അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൻ്റെ ഓരോ ദിനങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറ അൽ ജാസിയയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വരെയുള്ള സൂക്തങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സൂറത്ത് ദുഖാനിനും അഹ്ഖാഫിനും ഇടയിലുള്ള 37 സൂക്തങ്ങളുള്ള അധ്യായമാണ് സൂറ അൽ ജാസിയ. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായ അധ്യാപനങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. 7 മുതലുള്ള സൂക്തങ്ങളാണ് ഇനി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യ ഭാഗത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. തൗഹീദിൻ്റെ തെളിവുകൾ ധാരാളമായിട്ട് അവിടെ കാണുന്നു. മനുഷ്യൻ്റെ അസ്തിത്വം മുതൽ ആകാശഭൂമികൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളിലേക്ക് അള്ളാഹ് മനുഷ്യരെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും സകല വസ്തുക്കളും തൗഹീദിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ധാരാളം ജന്തുക്കൾ, രാവും പകലും മാറി വരുന്നത്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, മഴ, അതുവഴിയുണ്ടാകുന്ന സസ്യലതാദികൾ, വായു, മനുഷ്യൻ്റെ തന്നെ ജന്മം. കണ്ണു തുറന്നു നോക്കുകയും നിഷ്പക്ഷമായി ചിന്തിക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചം മനുഷ്യനെ യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അത് ഒരേ ഒരു ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും ആ അള്ളാഹു മാത്രമാണ് ആസൂത്രിതമായി അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതെന്നും വിളിച്ചോതുന്നുണ്ട്. ഇങ്ങനെയുള്ള ദൈവദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എങ്കിലും അത് പ്രയോജനപ്പെടുന്നത് ആയാത്തുൽ മുഅ്മിനീൻ, ആയാത്തുൽ ഖൗമി യൂഖിനൂൻ, ആയാത്തുൽ ഖൗമി യഅഖിലൂൻ, ഇങ്ങനെ 3 ആയത്തുകളിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പ്രയോജനപ്പെടുന്നത് വിശ്വാസികൾക്കാണ്, ദൃഢവിശ്വാസികൾക്കാണ്, ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്കാണ് എന്നുകൂടി അള്ളാഹു ചേർത്ത് പറയുന്നു. തുടർന്ന് പറയുന്ന കാര്യം വൈലുല്ലി കുല്ലി അഫാക്കിൻ അസീം. വൈല് എന്നാൽ നാശമെന്നാണ്, അഥവാ അവർക്ക് നാശമുണ്ട്, നരകമുണ്ട് എന്നർത്ഥം. ലിക്കുല്ലി അഫാക്കിൻ അസീം, കൊടും കുറ്റവാളിയായ കള്ളം ചമുക്കുന്നവർക്ക്. യസ്മൗ ആയാത്തില്ല, ദൈവിക സൂക്തങ്ങൾ അവൻ കേൾക്കുന്നുണ്ട്. തുത്ല അലൈഹി, താൻ ഓതി കേൾപ്പിക്കപ്പെടുന്ന. സുമ്മ യുസിറു മുസ്തക്ബിറ, സുമ്മ യുസിറു, അസറ യുസിറു, ഷടിച്ചു നിൽക്കുക. മുസ്തക്ബിറ, അഹന്തയോടെ, അഹങ്കാരിയായിട്ട്. കഅല്ലം യസ്മാഹ, അവനത് കേട്ടിട്ടേയില്ല എന്ന മട്ടിൽ. ഫബശ്ശിർഹു, അവനെ സന്തോഷവാർത്ത അറിയിക്കുക. ബി അദാബിൻ അലീം, അദാബ് ശിക്ഷ, അലീം വേദനിക്കുന്ന ശിക്ഷ അവനെ അറിയിക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ തുറന്നു കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അത് പ്രയോജനപ്പെടുന്നു. നിഷേധിക്കണമെന്ന് മുൻവിധിയോടെ തീരുമാനിച്ച ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ചില ആളുകൾ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവർ വീണ്ടും നിഷേധിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അഥവാ തൻ്റെ നിഷേധം തന്നെയാണ് ശരി എന്ന് അയാൾ ഉറപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകളിലേക്ക് പോലും ഒരുപക്ഷെ നാളെ അള്ളാഹുവിൻ്റെ മറ്റൊരു സൂക്തം ഹൃദയത്തെ സ്വാധീനിച്ചു എന്ന് വരാം. എന്നാൽ മനസ്സ് കൊട്ടിയടച്ച ആളുകൾ, അഥവാ ദൈവിക സൂക്തങ്ങൾക്ക് നേരെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ സ്വയം അടച്ചവർ, ഒരിക്കലും അവർക്ക് ഖുർആൻ പ്രയോജനപ്പെടുകയില്ല. സെയ്ദ് അബുൽ അഅല മൗദൂദ് സാഹിബ് ഇത്തരം ആളുകളുടെ 3 കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, അവർ സത്യസന്ധതയില്ലാത്തവരാണ്, അതുകൊണ്ട് സത്യം അവരെ സ്വാധീനിക്കുകയില്ല. വേറെ ചില ആളുകൾ ദുർവൃത്തരായിരിക്കും,
അതുകൊണ്ട് തങ്ങളുടെ മേൽ ധാർമ്മികമായ നിയമങ്ങൾ ചുമത്തുന്ന ആദർശങ്ങളോടും അധ്യാപനങ്ങളോടും അവർക്ക് വെറുപ്പായിരിക്കും. കാരണം ദുനിയാവിൻ്റെ സുഖാസ്വാദനങ്ങളിൽ നിന്ന് അത് തടയുന്നു എന്നതാണ്. അതുകൊണ്ട് അത്തരം ആദർശങ്ങളോ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ അവർ ഒട്ടും അംഗീകരിക്കുകയില്ല. മൂന്നാമത്തേത്, അവർ അഹങ്കാരികളായിരിക്കും. ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നായിരിക്കും അവരുടെ ഭാവം. അതുകൊണ്ട് ഏത് ദൈവിക സൂക്തം കേട്ടാലും അതവരെ മനസ്സിനെ സ്വാധീനിക്കുകയില്ല. കേൾക്കാത്ത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കണ്ണടച്ച ഒരു മനുഷ്യന് പൂവിൻ്റെ സൗന്ദര്യവും മറ്റും ആസ്വദിക്കാൻ കഴിയാത്ത പോലെ എത്ര മഹത്തായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ ഓതിക്കപ്പിക്കപ്പെട്ടാലും അവരുടെ മനസ്സിനെ അതൊന്നും സ്വാധീനിക്കുകയില്ല. അള്ളാഹു പറയുന്നു, ഫബശ്ശിർഹു ബി അദാബിൻ അലീം. അങ്ങനെയുള്ള ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക. ഇതൊരു പരിഹാസത്തിൻ്റെ വചനം കൂടിയാണ്. നിങ്ങളങ്ങനെ ജീവിച്ചോ, ആയിക്കോട്ടെ, നീ അങ്ങനെ മുന്നോട്ട് പോയിക്കോ, നിനക്ക് കാണാം എന്ന് നമ്മൾ പലപ്പോഴും പറയില്ലേ. ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹു ഗൗരവത്തോടുകൂടി താക്കീത് നൽകുകയാണ് പരിഹാസത്തിൻ്റെ സ്വരത്തിൽ. വൈദ അലിമമിൻ ആയാത്തിന ഷെയ്യൻ ഇത്തഹദഹ ഹുസുവ ഉലായിക ലഹും അദാബും മുഹീൻ. നമ്മുടെ സൂക്തങ്ങളിൽ നിന്ന് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ വൈദ അലിമ മിൻ ആയാത്തിന ഷെയ്അ വല്ലതും ഇത്തഹദു അവരതിനെ സ്വീകരിക്കുന്നു, ഹുസുവ പരിഹാസമായിട്ട്, ഉലായിക ലഹും അദാബും മുഹീൻ അത്തരക്കാർക്ക് നിന്ദ്യമായ ശിക്ഷയാണ്. അദാബുൻ മുഹീൻ, മുകളിൽ പറഞ്ഞത് അദാബുൻ അലീം. മുഹീൻ എന്നാൽ നിന്ദ്യമായ ശിക്ഷയാണ്. അവർ പരിഹസിക്കുക എന്നൊരു ഉദ്ദേശം ഈ ഒരു സൂക്തത്തെ മാത്രമല്ല അവർ പരിഹസിക്കുക, ഖുർആനിലെ എല്ലാ സൂക്തങ്ങളെയും പരിഹസിക്കുന്നുണ്ട്. ഖുർആനിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടാൽ അതിനെ അവർ പരിഹസിക്കും. ഉദാഹരണം, ഏകനായ ഒരു ദൈവം, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടാൽ നമുക്ക് എത്ര എത്ര ദൈവങ്ങളുണ്ട്, എല്ലാം ഒരുവൻ എന്ന് പറഞ്ഞ് അവർ പരസ്പരം കളിയാക്കും. മരണപ്പെട്ട് പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യനൊക്കെ മണ്ണോട് ചേർന്ന് എല്ലുകളൊക്കെ നുരുമ്പിച്ച് ഇനിയും മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ഒരു പരലോക ജീവിതമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലുകളൊക്കെ അവർ മുമ്പിൽ വന്ന് കൈകൊണ്ട് അമർത്തി പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് മനുഷ്യൻ വരുമോ, ഇനിയും ഒരു പരലോകമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ കളിയാക്കുകയും പരസ്പരം പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു, ഈ മൂപ്പര് ദിവസേന ഒന്നിനൊന്ന് പുതുമയുള്ള വർത്തമാനങ്ങളല്ലേ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊരു വിഡ്ഢിയാണ്, പൊട്ടനാണ്, ഭ്രാന്തനാണ്, അപസ്മാരം ബാധിച്ചവനാണ്. നോക്കൂ, ഈ സൂക്തങ്ങളിൽ എന്തൊക്കെ രസമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള സൂക്തങ്ങളിലും ഒരുപാട് രസങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു എന്നിങ്ങനെ പ്രവാചകനെയും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെയും പരിഹസിക്കുന്ന ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. മിൻ വറാഇഹിം ജഹന്നം വലാ യോനി അൻഹുമാ കസബു ഷെയ വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ വലഹും അദാബുൻ അലീം. മിൻ വറാഇഹിം ജഹന്നം, അവരുടെ പിന്നിൽ കാണാപ്പുറത്ത് നരകമുണ്ട്. വലാ യോനി അൻഹും, അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. മാ കസബു, അവർ സമ്പാദിച്ചു കൂട്ടിയതൊന്നും, ഷെയ്യ ഒരു വസ്തുവും, വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ, അള്ളാഹുവിനെ വെടിഞ്ഞ് അവർ സ്വീകരിച്ച രക്ഷകരും അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. വലഹും അദാബും അലീം, ഭയങ്കരമായ ശിക്ഷ തന്നെയാണ് അവർക്കുള്ളത്. അവരുടെ പിന്നിൽ, ഇവിടെ വറാ എന്നത് അവരുടെ മുന്നിലുള്ളത് നരകമാകുന്നു എന്ന ആശയത്തിലും കാണാൻ കഴിയും. അത് അറബിയിൽ മുന്നിലാവട്ടെ പിന്നിലാവട്ടെ രണ്ടിനും ഇവിടെ കൃത്യമായ ആശയങ്ങളുണ്ട്. ഒന്ന്, മുന്നിൽ അവർക്ക് നരകമുണ്ട് എന്നാൽ അവർ അറിയാതെ നരകപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചെന്നു വീഴാനിരിക്കുന്ന നരകമാണ് മുന്നിൽ എന്നാണ് അതിൻ്റെ ആശയം. പല മുഫസ്സിറുകളും ഈ ഒരു അർത്ഥത്തിൽ അതിനെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം, പരലോകത്തെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല. അവർ അവരുടെ തോന്നിവാസങ്ങൾ മുഴുകി ജീവിക്കുകയാണ്. നരകം അവരുടെ പിന്നിലുണ്ട് എന്ന് അവരൊരിക്കലും അറിയുന്നില്ല. എന്നു മാത്രമല്ല, അവർക്ക് അവരുടെ വലിയകളായ ആളുകൾ പ്രയോജനപ്പെടുന്നില്ല. വലിയ എന്നത് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഒന്ന്, ദേവീദേവന്മാർ, മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായ ആചാര്യന്മാർ. അവർ ദൈവത്തിനും തങ്ങൾക്കുമിടയിലുള്ള മധ്യവർത്തികളാണെന്ന് ബഹുദൈവ വിശ്വാസികൾ കരുതിയിട്ടുണ്ട്.
അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിൽ നിന്ന് ശിക്ഷയുണ്ടാവില്ല. ഈ മധ്യവർത്തികളുടെ ഇടപെടൽ മൂലം അള്ളാഹുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നായിരുന്നു ഞങ്ങൾക്ക് പരലോകത്ത് ജീവിതമുണ്ട് എങ്കിൽ അവിടെ റെക്കമെൻഡ് ചെയ്യാൻ, അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് നന്മകൾ നേടിത്തരാൻ ഈ ദൈവീധന്മാരിലൂടെ സാധിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. രണ്ടാമത്തെ, അള്ളാഹുവിനെ മാനിക്കാത്ത തങ്ങളുടെ നേതാക്കന്മാരും നായകന്മാരും ഭരണാധികാരികളുമൊക്കെയാണ്. ജനങ്ങൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കും. അവർ പറയുന്നതെല്ലാം കേൾക്കും. അള്ളാഹുവിൻ്റെ അതൃപ്തിയൊന്നും അവർ പരിഗണിക്കുകയില്ല. ദുനിയാവിൽ മാത്രം കേവലമായ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിങ്ങൾ ധിക്കരിക്കാൻ കാരണമായത് നിങ്ങളുടെ നേതാക്കന്മാരും ഭരണാധികാരികളുമൊക്കെയാണ്. പക്ഷേ അവരും നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഒട്ടും പ്രയോജനപ്പെടുകയില്ല എന്നാണ് ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഈ ലോകത്ത് അവർ നേടിയതൊന്നും അവർക്ക് അല്പം പോലും പ്രയോജനപ്പെടുകയില്ല. എത്ര വലിയ സമ്പന്നനാണ്, അധികാരമുള്ളവനാണ് എങ്കിലും അതും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് ഭയങ്കരമായ ശിക്ഷയാണ്. ഇവിടെ 3 തരത്തിലാണ് ശിക്ഷയെ സൂചിപ്പിച്ചത്: അദാബിൻ അലീൻ, അദാബുൻ മുഹീൻ, അദാബുൻ അലീം. തുടർന്ന് പറയുന്നു ഹാദാ ഹുദ. ഹാദാ ഹുദ, ഈ ഖുർആൻ അത്യന്തം സന്മാർഗദർശനമാണ്. വല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം ലഹും, തങ്ങളുടെ രക്ഷിതാവിൻ്റെ സൂക്തങ്ങളെ നിഷേധിത്തള്ളിയവർക്കുള്ളത് അദാബുൻ മിൻ റിജ്സിൻ അലീം. അദാബുൻ മിൻ റിജ്സിൻ അലീം, വേദനയേറിയ ദുരിതത്താലുള്ള കഠിന ശിക്ഷയാണ് എന്നാണ്. ഇവിടെ ഖുർആൻ അവർക്ക് ഹുദയാണ്, സന്മാർഗമാണ്. ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ ഇരു ലോകത്തും അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. എന്നാൽ ഈ ഖുർആനിൻ്റെ ആയത്തുകളെ നിഷേധിച്ച് കളയുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷ കാത്തിരിക്കുന്നു. 11-ാം സൂക്തത്തിലാണ് ഈ ഖുർആൻ അത്യന്തം സന്മാർഗദർശകമാണ് എന്ന അർത്ഥത്തിൽ വരുന്ന ഹാദാ ഹുദ എന്ന് പ്രയോഗിച്ചവർ. ലോകത്ത് നേടിയതും അള്ളാഹുവിന് വെടിഞ്ഞ് അവർ രക്ഷകരായി വരിച്ചവരും ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല എന്ന് സൂചിപ്പിച്ചത് വേദഗ്രന്ഥം ശ്രവിച്ചിട്ടും കേൾക്കാത്ത വണ്ണം അഹങ്കാരികളായി സത്യനിഷേധത്തിൽ ഉറച്ചു നിന്ന ആളുകൾക്കാണ് പരലോകത്ത് ഒട്ടും പ്രയോജനം ലഭിക്കാത്തത്. അള്ളാഹുവിൻ്റെ വചനങ്ങളും നിർദ്ദേശങ്ങളും നൽകിയാൽ പരിഹസിക്കുന്ന ആളുകൾ സ്വയം പോന്നവരായി കരുതുകയും അഹങ്കാരത്തോടുകൂടി നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകളാണ്. വേദവാക്യങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത വണ്ണം സത്യനിഷേധത്തിൽ ഉറച്ചു നിന്നവർക്ക് നോവേറിയ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുക എന്ന അർത്ഥത്തിൽ അവരെ പരിഹസിക്കുന്നു. 7-ാം സൂക്തത്തിൽ മഹാനാശം, കൊടിയ നരകമാണ് എന്ന് പറഞ്ഞത് വൈലുല്ലി കുല്ലി അഫാക്കിൻ അസീം എന്നാണ്. കള്ളം കെട്ടിച്ചമച്ച് കള്ളമാർഗത്തിൽ ഉറച്ചു നിന്ന് കൊടും കള്ളം ചമയ്ക്കുന്ന ഓരോ ദുഷ്ടനും മഹാനാശമുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവരെ കാത്തിരിക്കുന്നത് പരലോകത്ത് കഠിനമായ ശിക്ഷയാണ് എന്ന് മാത്രമല്ല, ദുന്യാവിലും ദുരിതങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നത് ഖുർആനിൻ്റെ മറ്റ് സൂക്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇരുലോകവും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യണമെന്ന് തുടർന്നുള്ള ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.